പക്ഷെ ഈ പാർട്ടി ഉണ്ടായതിന് ശേഷം അതിന്റെ മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ വലിയ രസകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിനെതിരെ തന്നെ വലിയ ചോദ്യശരങ്ങൾ എറിയുന്ന മുദ്രാവാക്യങ്ങളാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിരമിച്ചിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജിക്കും ഞങ്ങൾ രാജ്യസഭാ സീറ്റ് നൽകുന്നില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വിരമിച്ചിട്ടുള്ള പല ജഡ്ജിമാർക്ക് രാജ്യസഭാ സീറ്റോ മറ്റ് സ്ഥാനമാനങ്ങളോ ഒക്കെ ആളുകൾ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. രണ്ടാമത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരാളുടെ വോട്ട് പോലും ഇലക്ഷൻ കമ്മീഷൻ അനാവശ്യമായി വെട്ടിമാറ്റപ്പെട്ടാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുമെന്നാണ്. ഓക്കെ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാധ്യമ ഹൗസുകൾ, പ്രത്യേകിച്ചും അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ പേരിലുള്ള മാധ്യമ ഹൗസുകളുടെ ലൈസൻസ് തന്നെ അവർ റദ്ദാക്കും എന്നുള്ളതാണ്. കൂടാതെ നാലാമത്തത് പറയുന്നത്, ഗോദി മീഡിയകളുടെയൊക്കെ അവതാരകരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം നമുക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയാണ് എന്നൊക്കെ തോന്നാമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് ഇന്ത്യൻ ഗവൺമെന്റിനും BJPക്കും എതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഇവർ ഇതുവഴി ഉന്നയിച്ചിട്ടുള്ളത്. ഇനി അതിലുണ്ടായിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, വെറും ഒരു ദിവസം കൊണ്ട് തന്നെ 4 മില്യൺ കടന്നു. അതായത് 40 മില്യണോളം അതിന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ കടന്നു. ഇപ്പോ യഥാർത്ഥത്തിൽ അത് 1.3 മില്യൺ എന്ന് പറഞ്ഞാൽ 1.3 മില്യണേ ഉള്ളൂ കോൺഗ്രസിന്റെ. അതായത് 13 ലക്ഷത്തോളം 1,30,00,000 ആളുകളേ ഉള്ളൂ ഇൻസ്റ്റാ അക്കൗണ്ടിൽ. അവരെയും കടത്തിവിട്ടുന്ന രീതിയിലേക്ക് അവർ, ഈ കോക്രോച്ച് ജനതാ പാർട്ടി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വന്നിരിക്കുന്നു. BJPയുടെ അക്കൗണ്ടിൽ 8.7 മില്യൺ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 87 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഓൾറെഡി കവച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് എന്തിനെങ്കിലും സൂചനയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ സൂചനയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന 29% വരുന്ന തൊഴിലില്ലായ്മയുണ്ട് മറ്റു പല കണക്കുകളിൽ. നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെയും ഇന്റർനാഷണൽ തൊഴിൽ സംഘടനകളുടെയൊക്കെ കണക്ക് പ്രകാരം നമ്മുടെ ഇവിടെ അത്ര തൊഴിലില്ലായ്മയുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിൽക്കാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചെറുപ്പക്കാരൊക്കെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇവിടെ വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾ വലിയ വിഷയമാണ് എന്ന് ജനം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഇതുപോലെ ഒരു സർജ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ വലിയ സർജ് ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സർജ് ഇപ്പോഴും അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ഒരു ജൻസി ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.